لم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون بالأوتاد الذين طغوا في البلاد فأكثروا فيها الفساد. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതെന്താ? ആദ് സമൂഹത്തെ നിങ്ങൾ കണ്ടില്ലയോ? സമൂദ് സമൂഹത്തെ നിങ്ങൾ കണ്ടില്ലയോ? ഇറമ സമൂഹത്തെ നിങ്ങൾ കണ്ടില്ലയോ? ഫറോവമാരെ നിങ്ങൾ കണ്ടില്ലയോ? ഇവരൊക്കെയും അവരുടെ രാജ്യങ്ങളിലെ കുഴപ്പങ്ങളും കലാപങ്ങളും സൃഷ്ടിച്ചവരാണ് എങ്കിൽ ഇവരെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതുവരെയും കടന്നു വന്നതെങ്കിൽ അമിത്ഷാ നമുക്കൊരു പ്രശ്നമല്ലല്ലോ, നരേന്ദ്രമോദി നമുക്കൊരു പ്രശ്നമല്ലല്ലോ, യോഗി ആദിത്യനാഥ് നമുക്കൊരു പ്രശ്നമല്ലല്ലോ, മോഹൻ ഭാഗവത് നമുക്കൊരു പ്രശ്നമല്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഭരണഘടന. ആ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്നതെന്താ? ഫലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅ്ലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, നിങ്ങൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്നവരാണെങ്കിൽ, കൃത്യമായി നിസ്കരിക്കുകയും ഹലാല് ഹറാമുകളെയും സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒരുത്തരെയും നിങ്ങളെ ഭയപ്പെടേണ്ടി വരുന്നതല്ല. ഒരു നിയമത്തിന്റെ മുമ്പിലും നിങ്ങൾ അടിയറവ് പറയേണ്ടി വരുന്നതല്ല. നിങ്ങളാണ് നിങ്ങളുടെ സ്വഭാവങ്ങളിൽ വിരാജിക്കേണ്ടവരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും പാരമ്പര്യമേതാ? അത് ചെരുപ്പമക്കികളുടെ പാരമ്പര്യമല്ലല്ലോ, അത് അടിവസ്ത്രം കഴുകി കൊടുത്തവരുടെ പാരമ്പര്യമല്ലല്ലോ, നമ്മുടെ മുൻഗാമികളുടെ പ്രിയപ്പെട്ട സഹാബാക്കളല്ലയോ? ആ സഹാബാക്കളുടെ അടുക്കലേക്ക് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞില്ലേ, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശവൂഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്റെയും നിങ്ങളുടെയും മുൻഗാമികളായ സഹാബാക്കളുടെ അടുക്കലേക്ക് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞില്ലേ, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലക്കും. നിങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ കൂപ്പുകൂട്ടുകയാണ്. അധികാരം അവരുടെ കയ്യിലാണ്, ആൾബലം അവരുടെ കയ്യിലാണ്, പട്ടാള സംവിധാനങ്ങൾ അവരുടെ കയ്യിലാണ്, നീതിന്യായ വ്യവസ്ഥകൾ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടണേ, അവരെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളെ ഭയപ്പെട്ടവരല്ല, പിന്നെയോ ഫസാദഹും ഈമാനാ. ശത്രുക്കൾ കുതന്ത്രങ്ങളും അഴിയുമ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോഴും അവരുടെ ഈമാനെന്ന് വർദ്ധിക്കുകയായിരുന്നില്ലേ ചെയ്തത്? എന്നിട്ട് അവരെ പ്രഖ്യാപിച്ചില്ലേ, വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഏത് ഭരണാധികാരികൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാലും, ഏത് പട്ടാളം ഞങ്ങളെ അട്ടിമറിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലും, ഏത് നീതിന്യായ വ്യവസ്ഥകൾ അവരോടൊപ്പമുണ്ടെന്ന് പറഞ്ഞാലും, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങളോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ട്, അല്ലാഹു ഞങ്ങൾക്ക് മതി, അല്ലാഹു ഞങ്ങൾക്ക് മതി. ഇന്ത്യ രാജ്യത്തിന്റെ തിരുവോരങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് മുദ്രാവാക്യം മുഴക്കാം. ഏത് അമിത്ഷാ ഞങ്ങൾക്കെതിരെ നിയമം പാസാക്കിയാലും, ഏത് നരേന്ദ്രമോദി ഞങ്ങൾക്കെതിരെ കുടില കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ഏത് രാഷ്ട്രപതി ലഘുപ്പിലാർത്തി കൊടുത്തു എന്ന് പറഞ്ഞാലും, ഏത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചു എന്ന് പറഞ്ഞാലും, എത്ര വലിയ സംഘപരിവാര സേന ഇവിടെ ആയുധങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് പറഞ്ഞാലും, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹു ഞങ്ങൾക്ക് മതി, അല്ലാഹു ഞങ്ങൾക്ക് മതി, അല്ലാഹു ഞങ്ങൾക്ക് മതി. ഇതിലും വലിയ കുതന്ത്രങ്ങൾ കടന്നിട്ടല്ലേ ഇസ്ലാം ഇതുവരെ കടന്നെത്തിയത്? അമിത്ഷാ മുസ്ലിമുകൾക്കെതിരെ 3 നടപടികളല്ലേ സ്വീകരിക്കാൻ പോകുന്നത്. ഒന്നുകിൽ നമ്മളെ ഡിറ്റൻഷൻ സെന്ററുകളിൽ ബന്ധനസ്ഥരാക്കുക, അതല്ല എങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെന്നുള്ള നിലയിൽ ക്രിമിനൽ കുറ്റവാളികൾ എന്ന നിലയിൽ വധശിക്ഷ വിധിക്കുക, അതല്ല എങ്കിൽ പൗരത്വം റദ്ദാക്കി നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഈ 3 നടപടികളാണ് നമുക്കെതിരെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ഖുർആൻ പറഞ്ഞില്ലേ, വൈദിയം കുർബിക്കല്ലദീന കഫറൂ
ഹബീബായ പ്രവാചകർക്കെതിരെ അന്നത്തെ ശത്രുക്കൾ പ്രയോഗിച്ച കുടില കുതന്ത്രങ്ങളെ പറ്റി നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ. ഏതൊക്കെയാണ് ആ കുതന്ത്രങ്ങള്? ഒന്നാമത്തേത് ഒന്നാമത് ഹബീബായ പ്രവാചകനെ ഡിറ്റൻഷൻ സെന്ററിൽ ബന്ധനസ്ഥനാക്കുക എന്നതായിരുന്നു. രണ്ടാമത്തേത് രണ്ടാമത് ഹബീബായ റസൂലിനെ തടവ് പുള്ളിയാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് മൂന്നാമത് ഹബീബായ റസൂലിനെ പൗരത്വം റദ്ദാക്കി നാട്ടിൽ നിന്ന് പുറത്താക്കല. അതുകൊണ്ട് ഇതൊരു അമിത്ഷാ തുടങ്ങി വെച്ച പരിപാടിയല്ലല്ലോ, ഇതൊരു നരേന്ദ്രമോദി തുടങ്ങി വെച്ച പരിപാടിയല്ലല്ലോ, ഇതൊരു RSS തുടങ്ങി വെച്ച പരിപാടിയല്ലല്ലോ. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കമുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എത്രയോ എത്രയോ കേട്ടിട്ടുള്ള ഭീഷണികളല്ലേ ഇതൊക്കെ. لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. നിന്നോടൊപ്പമുള്ള മുസ്ലിമീങ്ങളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും ഷുഐബ്. അതല്ല, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണോ, ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങളും മടങ്ങി വരേണ്ടുന്നതുണ്ട് എന്ന് പറഞ്ഞ് മതത്തിന്റെ പേരിൽ വിവേചനം നടത്തപ്പെട്ട ഭരണാധികാരികളുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല മുസ്ലിമേ, പിന്നോട്ട് അടിവെക്കേണ്ടുന്ന കാര്യമില്ല മുസ്ലിമേ. ഇത് പോരാട്ടത്തിന്റെ സന്ദർഭമല്ലേ, ഇത് യുദ്ധത്തിന്റെ സന്ദർഭമല്ലേ. വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റി? സ്ത്രീധനങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, വയോവൃദ്ധരടിച്ചമർത്തപ്പെടുമ്പോൾ, കൊച്ചുകുഞ്ഞുങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, ആസാമിലും കർണാടകയിലും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമൊക്കെ വർഗീയത തലയ്ക്ക് പിടിച്ച ആളുകളുടെ കിരാതമർദ്ദന മുറകൾക്ക് എന്റെയും നിങ്ങളുടെയും സഹോദരീ സഹോദരങ്ങളും കുഞ്ഞുമക്കളും അടിച്ചമർത്തപ്പെടുമ്പോ എന്തുകൊണ്ട് പോരാട്ടത്തിന്റെ രണഭൂമിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുമ്പോ, പടച്ചവനെ, അത് ഭരണകൂടത്തെ ഭയപ്പെട്ടിട്ടായിരുന്നു അല്ലാ, അത് ഭൂരിപക്ഷത്തെ ഭയപ്പെട്ടിട്ടായിരുന്നു അല്ലാ, അത് മറ്റേതെങ്കിലും സംവിധാനങ്ങളെ ഭയപ്പെട്ടിട്ടായിരുന്നല്ല, അത് ജയിലറുകളെയും വെടിക്കോപ്പുകളെയും ഭയപ്പെട്ടുകൊണ്ടായിരുന്നു അല്ലാ എന്നും മറുപടി പറയാൻ പറ്റില്ല മുസ്ലിമേ. അതുകൊണ്ട് നിർഭയത്വത്തോടുകൂടി, ആർജവത്തോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി ഈ പോരാട്ടത്തിന്റെ രണഭൂമിയിലേക്ക് നമുക്കിറങ്ങാം. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. നമ്മൾ ഇതൊക്കെ കുറെ കണ്ടതാണ്. ഇതെനക്ക് പലവുമാരെയും കഴിഞ്ഞ് കടന്നിട്ട ഇസ്ലാം ഇതുവരെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. സഹോദരങ്ങളെ, ഈ പോരാട്ടത്തിൽ നാം ഒറ്റക്കെട്ടാണ്, ഈ പോരാട്ടത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. കാരണം ഇത്രയും നാൾ നമ്മൾ ചിന്തിച്ചു നോക്കെ, ഈ കഴിഞ്ഞ ഒരു 1.5 അല്ലെങ്കിൽ 2 മാസം, ഈ 2 മാസത്തെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ, നമ്മുടെ പള്ളികളിലെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആത്മാർത്ഥമായി കൊതിച്ചുപോയി. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പ്രസംഗിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. ചിന്തിക്കതല്ലേ? ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന്റെ കാര്യം പറഞ്ഞു. മഅദനിയുടെ നാടിനടുത്തായോണ്ടല്ല, എന്റെ എല്ലാ വേദികളിലും പേരെടുത്ത് തന്നെ ഞാൻ പറയും. 30 വർഷങ്ങൾക്ക് മുമ്പ് ICS അബ്ദുൽ നാസർ മഅദനി എന്നൊരു ചെറുപ്പക്കാരൻ ഒറ്റക്കാലില് നാട് മുഴുവനും ഈ സംഘപരിവാരത്തെ പറഞ്ഞപ്പോ നമ്മളിൽ പലരും എന്തു പറഞ്ഞു? നാക്കിന് എല്ലില്ലാത്തോണ്ട് പറയാ, ലൈസൻസ് ഇല്ലാത്തോണ്ട് പറയാ, ചെറുപ്പക്കാരെ വെച്ചിട്ട് തീവ്രവാദവും ഭീകരവാദവും വളർത്തുക. എന്തായി? ആ മഅദനി പറഞ്ഞതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ ഇപ്പൊ നമുക്കൊക്കെ പറയേണ്ടി വന്നില്ലേ? ഒരു മഅദനി മാത്രമാണോ? ആയിരക്കണക്കിന് മഅദനിമാർ പറഞ്ഞില്ലേ? എത്ര പ്രസ്ഥാനങ്ങൾ നമ്മളോട് പറഞ്ഞു സംഘപരിവാരം അപകടമാണ്, സംഘപരിവാരത്തെ സൂക്ഷിക്കണം, അവർ ഭരണം കൈയാളും, അവരിവിടെയുള്ള ജനങ്ങളെ അടിച്ചു മറുത്തും എന്നൊക്കെ പറഞ്ഞപ്പോ വെറുതെ പറയാ.
വെറുതെ പറയാ, ഒന്നും വിശ്വസിക്കല്ലേ, ഇതൊന്നും നിങ്ങളൊന്നും ചെവിക്കൊള്ളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അംഗീകരിക്കേണ്ടി വന്നില്ലേ? എന്നിട്ട് നമ്മളൊക്കെ എന്താ ചെയ്തേ? സംഘപരിവാരത്തിനെതിരെ പറഞ്ഞവരൊക്കെ തീവ്രവാദികൾ. ഇപ്പോഴും അവര് തീവ്രവാദികളാണ്. ഇപ്പോഴും ആ നിലപാട് മാറിയിട്ടൊന്നുമില്ല. സംഘപരിവാരത്തിനെതിരെ കോർഡിനേഷൻ വരുമ്പോഴും ലക്ഷക്കണക്കിന് വരുമ്പോഴും തീവ്രവാദികളെ കൂട്ടല്ലേ, മാദനിയും കൂട്ടുകാരെയും പിന്നെ മറ്റവരെ അവരെയൊന്നും കൂട്ടല്ലേ, അവരൊക്കെ തീവ്രവാദികളാണ്. അവരെയൊക്കെ തീവ്രവാദികളെന്ന് വിളിച്ച് ഈ കണ്ട RSSകാരനെയും BJP-കാരനെയൊക്കെ സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് പള്ളി ഉദ്ഘാടനത്തിന് അനുഗ്രഹ പ്രഭാഷണം RSSന്റെ നേതാവ്. എന്തോ ഒരു മതേതരത്വം. ഇഫ്താർ വിരുന്നൊക്കെ നടക്കുമ്പോ ബാങ്ക് വിളിച്ചാലും മുസ്ലിങ്ങൾ ആരും നോമ്പുറിക്കരുത്. കാരണം ആദ്യത്തെ കാരൊക്കെ RSSകാരന്റെ തൊള്ളയിൽ കുത്തിയിറക്കണം. അവൻ നോമ്പുറിച്ചാലേ ഇഫ്താർ സഹിയാവുള്ളൂ. എന്തായി? നാട് വിട്ടു പോവാൻ പറയുന്ന കേൾക്കേണ്ടി വന്നില്ലേ? അവന്റെയൊക്കെ കൂടെ നിന്നിട്ട് വലിയ മതേതരവാദികളായി മാറാൻ ശ്രമിച്ചപ്പോ എന്തായി? നമ്മളെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവന്മാരൊക്കെ ശ്രമിക്കുകയാണെന്ന് ഇതുവരെയും നമ്മളോട് 1000 വട്ടം പലപ്പോഴും വേദി കിട്ടി പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമായില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇത് ഈ കേവലം ഒരു CAA NRC മാത്രമൊന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോഴും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കലാപങ്ങൾ ഉണ്ടായി, നമ്മൾ പറഞ്ഞു അത് അവിടല്ലേ, ആവരി മുസ്ലിം പൊളിച്ചു അത് അവിടല്ലേ, കുറെ ആളുകളെ പിടിച്ചു മാത്തിട്ടു അത് മാദനിയും കുറെ തീവ്രവാദികളും അല്ലേ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അപ്പോഴൊക്കെ വലിയ മതേതരവാദികളായി മിണ്ടാതിരുന്നു. അവസാനം എന്തായി? സ്വന്തം വീട്ടിൽ വെള്ളം കയറിയപ്പോ അല്ലേ, ഓരോരുത്തരുടെയും സ്വന്തം നിലപാട് ചോദ്യം ചെയ്തപ്പോ എന്തോ ഒരു മുദ്രാവാക്യമാണ്, എന്തോ ഒരു ആസാദിയാണ്, എന്തോ ഒരു സിന്ദാബാദാണ്. വരൊക്കെ എത്തേണ്ടി വന്നില്ലേ? ഒരു CAA NRC മാത്രമൊന്നുമല്ല. ബാബരി മസ്ജിദിന്റെ വിഷയമൊക്കെ മറക്കാൻ പറ്റുമോ നമുക്ക്? ഇതിനേക്കാൾ മുമ്പ് വന്ന വിഷയല്ലേ ബാബരി മസ്ജിദിന്റെ വിഷയം? എന്താ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ രാജ്യത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്? 1421 വർഷങ്ങൾക്ക് മുമ്പ് 1528 മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ എന്ന മതേതരവാദിയായ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ ചീഫ് കമാൻഡർ ആയിരുന്ന മീർ ബാക്കി അബദിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രം തകർത്തിട്ടല്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. 421 വർഷങ്ങൾക്ക് ശേഷം 1949 ഡിസംബർ 21-ാം തീയതി അർദ്ധരാത്രി ബാബരി മസ്ജിദിന്റെ മതില് ചാടി കടന്ന് അതിന്റെ കതക് തകർത്തു ശ്രീരാമന്റെ വിഗ്രഹം അവിടെ കൊണ്ടുവച്ചതും കുറ്റകൃത്യമാണെന്ന് പറഞ്ഞത് കോടതിയാ. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തതും കുറ്റകൃത്യം എന്ന് പറഞ്ഞ കോടതിയാ. കുറ്റക്കാർക്കെതിരെ നടപടിയൊന്നുമില്ല. നേതാക്കന്മാരെല്ലാം കൂടെ അമിത്ഷാ എന്ന് പറയുന്ന ആ വർഗീയ ഭ്രാന്ത് പിടിച്ച ആൾ എവിടെയെങ്കിലും 5 ഏക്കർ സ്ഥലം തരാം, അവിടെയും പോയി പള്ളിയും പള്ളിക്കൂടമായിട്ട് ജീവിച്ചോണം. അതൊക്കെ അംഗീകരിച്ചൂടെ ഉസ്താദേ? ആ പ്രശ്നം ഒന്ന് തീർന്നില്ലേ? 5 ഏക്കർ സ്ഥലം നമുക്ക് കിട്ടിയില്ലേ? എന്താ കരുതിയേ? ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാല് നമ്മുടെ സമീപ പ്രദേശത്തുള്ള തെക്കാവോ നിസ്കാരപ്പള്ളിയോ പോലെ 10, 15, 20, 30, 50 സെന്റിലോ അല്ലെങ്കിൽ 2, 3 ഏക്കറിലോ നിന്ന സ്ഥലമെന്ന് വിചാരിച്ചോ? ബാബരി മസ്ജിദും അതിനോടനുബന്ധിച്ചും 66 ഏക്കറിലധികം സ്ഥലമുണ്ട്. ഇത് കൊടുത്തിട്ടാണ് ഓണം കേറാമുലയില് അയാള് 5 ഏക്കർ സ്ഥലത്ത് പോയി പള്ളി കെട്ടാൻ പറ്റുമോ? നമ്മൾ ചിന്തിച്ചു നോക്കെ. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം വഖഫ് ചെയ്ത ലോകാവസാനം വരെ ഇത് പള്ളിയല്ലേ? സംഘപരിവാരത്തിന്റെ വിശ്വാസം മാത്രം മാനിച്ചാൽ മതിയോ? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസം മാനിക്കണ്ടേ? സംഘപരിവാരത്തിന്റെ വിശ്വാസം കേട്ടോ. ഹിന്ദുക്കളൊന്നും അത് വിശ്വസിക്കുന്നില്ല. ബാബരി മസ്ജിദ് നിന്നിടത്താണ് രാമനെ പെറ്റിട്ടതൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ല. ഇത് സംഘപരിവാരം ഉണ്ടാക്കിയെടുത്ത വിശ്വാസം. ഇവന്മാരുടെ ഈ കപട വിശ്വാസത്തെ അംഗീകരിച്ച് ഇന്ന് ഈ ബാബരി മസ്ജിദ് നമ്മൾ അങ്ങ് വിട്ടുകൊടുത്താൽ 3003 പള്ളികളുടെ ലിസ്റ്റുണ്ട് സംഘപരിവാരത്തിന്റെ കയ്യിൽ. ഈ പള്ളികളൊക്കെ അങ്ങോട്ട് തകർക്കാൻ വരും. വേണ്ട, നമ്മളെ ഇവിടെ പള്ളിശ്ശേരിക്കലോ അല്ലെങ്കിൽ ശാസ്താംകോട്ടയിലോ മൈനാഗപ്പള്ളിയിലോ ഒക്കെ വന്നിട്ട് നമ്മുടെ പള്ളി തകർക്കുക. എന്നിട്ട് അവന്മാര് പറയാണ് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്കുള്ള സ്ഥലമാണ്. നമ്മൾ 10-30 വർഷം കേസിനൊക്കെ പോയി കഴിയുമ്പോ കോടതി കൊണ്ടുവരും. 421 വർഷം ആരാധന നടത്തിയ പള്ളി ഇവന്മാരുടെ വിശ്വാസം അനുസരിച്ച് പൊളിച്ചപ്പോ അന്ന് വിട്ടുകൊടുത്തൊരു കീഴ്വഴക്കം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ കൈകാര്യം ചെയ്താലോ?
ഏതെങ്കിലും ചർച്ചകളോ സെമിനാരികളോ തകർത്തിട്ട്, അല്ലെങ്കിൽ വേളാങ്കണ്ണി പള്ളി തകർത്തിട്ട് പാവങ്ങളായ ക്രൈസ്തവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് കേസ് എടുത്തു. 10-30 കൊല്ലം കഴിയുമ്പോൾ എടുത്തോണ്ട് വരും. 420 വർഷം ആരാധന നടത്തിയ സ്ഥലം ഈ സംഖ്യയുടെ വിശ്വാസത്തിനനുസരിച്ച് വിട്ടുകൊടുത്ത കീഴ്വഴക്കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? സംഘപരിവാരത്തിന്റെ വിശ്വാസം മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ നിയമമനുസരിച്ച് ദലിതുകൾക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അവകാശമില്ല. ഏതെങ്കിലും കൊലയനോ ഏതെങ്കിലും ഒരു ഈടവനോ പറയനോ താഴ്ന്ന ജാതിക്കാരായ സാധാരണക്കാരായ ഹൈന്ദവരോ റോഡിലൂടെ നടക്കുമ്പോ RSSകാരെ വട്ടം ചേർന്ന് അടിച്ച് കയ്യും കാലും ഒടിച്ചിട്ട് കേസിന് പോകും. ഇവന്മാര് പറയും ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇവന്മാർ റോഡിൽ കൂടെ നടക്കാൻ പാടില്ല. ആ വിശ്വാസം അനുസരിച്ച് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇതിന്റെയൊക്കെ അപകടം തിരിച്ചറിയണം. ഇത് ഒരു CAA മാത്രമല്ല അമിത്ഷാ പാർലമെന്റിൽ നിന്ന് പൊരിച്ചെടുത്തേക്കുന്നത്. ദോശ ചുടുന്ന ലാഘവത്തിൽ 30-ലധികം ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട്. UAPA ഭേദഗതി ബില്ല് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? നമ്മള് UAPA ഒക്കെ നമ്മളെ ബാധിക്കുന്നതാണോ? അത് കുറെ PDPക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും കുറെ തീവ്രവാദികൾക്കും മാത്രം നേരിടുന്ന പ്രശ്നമല്ലേ? UAPA എന്ന് പറയുന്ന ഒരു നിയമം തന്നെ കരി നിയമമാണ്. കാരണം ആ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഭീകരവാദികളായി പ്രഖ്യാപിക്കുകയും ആ പ്രസ്ഥാനത്തെ നിരോധിക്കുകയും ചെയ്യാം. ഇത് പഴയ നിയമം. അമിത്ഷാ നിയമമൊക്കെ ഒന്ന് പുതുക്കി. എങ്ങനാന്നറിയോ? കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ഒരു വ്യക്തി തീവ്രവാദ ബന്ധമുള്ളവനാണെന്നോ തീവ്രവാദ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയും, ചിന്തിക്കണേ, അവർക്ക് തോന്നുകയും അവരത് വിശ്വസിക്കുകയും ചെയ്താൽ നാട്ടിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തവനാണെങ്കിൽ പോലും അവരെ ഭീകരവാദിയാക്കിയിട്ട് അകത്തിക്കിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കാം. നാളെ വന്നിട്ട് ഞാനൊരു തീവ്രവാദിയാന്ന് പറയുമ്പോൾ ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് അല്ലാതെ തെളിയിക്കണം. അതാ UAPയുടെ പുതിയ നിയമം. ഞാൻ ജയിലിൽ കിടന്നിട്ട് അല്ലാതെ തെളിയിക്കണം. അങ്ങനെ നടക്കുന്ന കാര്യ അല്ലേ? ഓർക്കണം, രാഷ്ട്രീയ എതിരാളികളെയും പ്രതിയോഗികളെയും തകർക്കാൻ വേണ്ടിയും നിയമമൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 200 ഭീകരവാദികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അമിത്ഷാ. ബഹുമാനനായ ഡോക്ടർ സാക്കിർ നായിക് ഉൾപ്പെടെ. കേരളത്തിൽ 20 പേരുടെ ലിസ്റ്റ് ഉണ്ട്. ബഹുമാനനായ അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് ഉൾപ്പെടെ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ? NIA എന്ന ദേശീയ അന്വേഷണ ഏജൻസിക്ക് അമിതാധികാരം നൽകിയിരിക്കുന്നു. നേരത്തെ NIAക്ക് ഒരു സംസ്ഥാനത്തിൽ വന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനോ അയാളുടെ സ്വത്തുവകകൾ കണ്ടെത്തുവാനോ വേണമെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിന്റെയും അവിടുത്തെ പോലീസ് മേധാവിയുടെ അനുവാദം വേണം. എന്നാൽ ഇപ്പോൾ ഫെഡറൽ സംവിധാനങ്ങൾ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ട് NIAക്ക് ഏതെങ്കിലും സംസ്ഥാനത്തിൽ വന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിലോ സ്വത്ത് കണ്ടെത്തണമെങ്കിലോ ആരോടും ചോദിക്കണ്ട, ആരെയും ഒന്ന് പൊക്കിക്കൊണ്ടുപോകാം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഒക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ അപകടമാ. ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോകുമ്പോ പൊതുജനങ്ങളുടെ കച്ചവടം തകർന്നു. ഈ നിൽക്കുന്ന കച്ചവടക്കാരോട് ചോദിച്ചൊക്കെ നോട്ട് നിരോധനവും GSTയും ഇപ്പോഴത്തെ സാമ്പത്തിക മാന്യതയും കൂടെ വന്നപ്പോ തകർന്ന് തരിപ്പണമായി കിടക്കുക. പക്ഷെ അപ്പോഴും സംഘപരിവാർ അനുകൂലമായ കോർപ്പറേറ്റ് മേധാവികൾ കോടികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംഘികളെ അനുകൂലിക്കുന്നവരൊക്കെ കോടിപതികളായിട്ട് അവരെ അംഗീകരിക്കാത്തവരൊക്കെ ദരിദ്രനാരായണന്മാരാകുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുക. ഇതൊക്കെ നമുക്ക് അപകടമാണ്. ഇതൊക്കെ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് കൃത്യമായി തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും. ഇന്നിപ്പോ ആസാമിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും കർണാടകയിലും ഒക്കെ നടന്നത് നാളെ കേരളത്തിലും സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. നമ്മുടെ പ്രക്ഷോഭമൊക്കെ കണ്ടിട്ട് പിൻവലിക്കാൻ വേണ്ടിയിട്ടല്ല ഈ നിയമമൊക്കെ പൊക്കി പിടിച്ചോണ്ട് വന്നത്. നമ്മളൊക്കെ പീഡിപ്പിക്കപ്പെടും. ഒരു പക്ഷേ നമ്മളൊക്കെ വേദന അനുഭവിക്കേണ്ടി വരും. ഇന്നിപ്പോ എല്ലാവരെയും അറസ്റ്റ് ചെയ്യല്ലേ? കമ്മ്യൂണിസ്റ്റിന്റെ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, SDPI, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. സിനിമാ നടീനടന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ദീപിക പദുകൊണ്ട് സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നു. ജയിലറ കാട്ടിയിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക. നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറയാനുള്ളത്, നിങ്ങൾ ജയിലറ കാട്ടി ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ ജയിലറകൾ കാണുമ്പോൾ, നിങ്ങളുടെ വെടിക്കൊപ്പുകൾ കാണുമ്പോൾ, നിങ്ങളുടെ പോലീസിനെയും പട്ടാളത്തെയും കാണുമ്പോൾ പേടിച്ചു വരേണ്ട തന്ന് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങളൊന്നും വീര സവർക്കറുടെ മക്കളല്ല. ആത്മാഭിമാനബോധമുള്ള ഇന്ത്യ രാജ്യത്തെ ജനങ്ങളാണ് ഞങ്ങള്.
പെരുമാറണ്ട. എന്താ ജയിലിൽ പോകൽ അത്ര മോശമാണോ? യൂസുഫ് നബി കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നില്ല, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ? ഇമാം അബൂ ഹനീഫ ജയിലിൽ കിടന്നില്ലേ കൊല്ലങ്ങളോളം? അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ കിടന്നില്ലേ? മാലിക് ബിൻ അനസ് ജയിലിൽ കിടന്നില്ലേ? റഹ്മത്തുള്ളാഹി തആല അൻഹും അജ്മഈൻ. എന്തിന്? നമ്മുടെയൊക്കെ ഇമാം, ഇവിടെയൊക്കെ ഷാഫി മദ്ഹബല്ലേ? ഷാഫി ഇമാം ഭരണകൂടത്തിനെതിരെ പ്രസംഗിച്ചതിനെ അറസ്റ്റ് ചെയ്ത് കയ്യാപം വെച്ച് കൊണ്ടുപോയി കള്ള വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വകുപ്പിട്ടു. അവസാനം കഴുമരത്തിന്റെ മുമ്പിൽ നിന്ന് നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടെ. ഒക്കെ മുൻഗാമികളുടെ പാരമ്പര്യമല്ലേ? വെളിയങ്കോട് ഉമർ ഖാദി ജയിലിൽ കിടന്നില്ലേ? മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നില്ലേ? റഷീദ് അഹമ്മദ് ഗംഗോഹി ജയിലിൽ കിടന്നില്ലേ? ഖാസിം നാനൂത്തവിയും അതേപോലെ മഹ്മൂദ് ഹസൻ ദൈവന്തിയൊക്കെ ജയിലിൽ കിടന്നില്ലേ? മുഹമ്മദ് അലി ജൗഹറും ഷൗക്കത്ത് അലിയും ജയിലിൽ കിടന്നില്ലേ? ജയിൽ എന്താ അത്ര മോശമാണോ? മോശമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടേക്ക് ഒന്ന് പോകണം, അതുമൊക്കെ നമ്മളൊന്ന് അനുഭവിക്കണം. അതുകൊണ്ട് ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. ഇവര് ജയിലിലടക്കട്ടെ. എത്ര പേര് ജയിലിലടയ്ക്കും? ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ ജയിലിലടയ്ക്കോ? നിങ്ങൾ അടച്ചുകൊള്ളുക. ഞങ്ങളെയൊക്കെ ജയിലിലടയ്ക്കോ? ഞങ്ങളെ എല്ലാവരെയും ജയിലിലടയ്ക്കുക. പുരുഷന്മാരെ മുഴുവനും നിങ്ങൾ ജയിലിലടയ്ക്കുക. എന്നിട്ട് പൗരത്വവും ചോദിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് വരണം. ഇരിക്കുന്നത് കണ്ടോ? ജാഥയിൽ പങ്കെടുത്ത ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ സഹോദരിമാർ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുക. ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ അമ്മമാർ എവിടെ ഉണ്ടാവും? ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ പെൺകുട്ടികൾ എവിടെ ഉണ്ടാവും? അവരോട് ചെന്നിട്ട് പൗരത്വം ചോദിക്ക്. പൗരത്വം ചോദിച്ചു വരുന്നവന്റെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിക്കാൻ കാത്തിരിക്കുകയാണവർ. അതുകൊണ്ട് നിങ്ങളുടെ അറസ്റ്റ് കൊണ്ടൊന്നും ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ടൊന്നും തീരൂല. വെടിവെക്കുവോ? വെടിവെക്കട്ടെ സഹോദരങ്ങളെ. മരണം ഒരിക്കലല്ലേ ഉള്ളൂ, ഒരിക്കലല്ലേ മരിക്കാൻ പറ്റുള്ളൂ. ആ മരണം രാജ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ഭീകര ഭരണകൂടത്തിന് വേണ്ടി, ഭീകര ഭരണകൂടത്തിനെതിരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയാകട്ടെ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് നമ്മൾ പിന്മാറരുത് എന്ന് മാത്രമല്ല, ഇവിടെ ഇന്ന് ഒരാളും പുറത്തു പോകില്ല ഇൻഷാ അല്ലാഹ്. ഒരാളും പുറത്തു പോകുന്നില്ല. നമ്മൾ ആരെങ്കിലും ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? ഒരു റാലി നടത്തിയാൽ ഇത് തീരുവോ? 10 സിന്ദാബാദ് വിളിച്ചാൽ അത് തീരുവോ? 10 ആസാദ് വിളിച്ചാൽ അത് തീരുവോ? ഇൻഷാ അല്ലാഹ് ദീനിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ നമ്മൾ തയ്യാറാകണം. പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾക്ക് പിന്നോട്ടില്ല. നമ്മൾ എവിടെയും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും പോകണമെങ്കിൽ ഇവിടുത്തെ സംഘപരിവാരോ RSSും പോട്ടെ. അതല്ലേ അതിന്റെ ശരി. അവര് പോട്ടെ. നമ്മൾ അടിച്ചിറക്കത്തൊന്നുമില്ല. നിങ്ങൾ അനുവാദം തന്നേക്കാം, ബാഗ് കൊടുത്തോണ്ട് നിങ്ങൾ പതുക്കെ അങ്ങ് പോയേക്കുക. പിന്നെ പോകുമ്പോ മറ്റേ ആ ടീമുകളെയും കൂടെ കൊണ്ടുപോകണം. അബ്ദുള്ള കുട്ടി, പിന്നെ ഞങ്ങളുടെ ഗവർണർ, പിന്നെ മറ്റേ ആ ബാദുഷാ തങ്ങള്, മുഖ്താർ അബ്ബാസ് നഖ്വി എന്നൊക്കെ പറഞ്ഞ അതിനെയും കൂടെ ഒക്കെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഇതിനെ അവരെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുക. എന്നല്ലാതെ ഒരു മുസ്ലിമും ഇൻഷാ അല്ലാഹ് രാജ്യം വിട്ടു പോകുന്നില്ല. ഒരു ക്രിസ്ത്യാനിയും ഇവിടെ വിട്ടു പോകുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ വിട്ടു പോകുന്നില്ല. ഒരു ദലിതനും ഇവിടെ വിട്ടു പോകുന്നില്ല. ഒരു മനുഷ്യനും ഒരു ഇന്ത്യക്കാരനും ഇൻഷാ അല്ലാഹ് ഇന്ത്യ വിട്ടു പോകുന്നില്ല. മറിച്ച് ഇന്ത്യ വിട്ടു പോകേണ്ടത് ഇവിടുത്തെ RSSകാരാണ്. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSകാർ ഇന്ത്യ വിട്ടുപോകട്ടെ. ബ്രിട്ടീഷുകാർക്ക് അടിമപ്പണി ചെയ്ത RSSകാർ ഇന്ത്യ വിട്ടുപോകട്ടെ. ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന RSSകാർ ഇന്ത്യ വിട്ടുപോകട്ടെ. 82-83 കാലഘട്ടങ്ങളിൽ ആസാമിലെ കലാപങ്ങൾ നടത്തിയിട്ട് 10,000ങ്ങളെ കൊന്നൊടുക്കിയ പിച്ചോവന മക്കളെ കുത്തടുകുന്ന ബ്രഹ്മപുത്രയേക്ക് വലിച്ചെറിഞ്ഞ RSSകാർ ഇന്ത്യ വിട്ടുപോകട്ടെ. 92ന്റെ ഇന്നലകളിൽ ബോംബെയുടെ കല്ലുകളിൽ കയറി കലാപങ്ങൾ നടത്തിയിട്ട് ചെറ്റക്കൂരയിൽ കഴിഞ്ഞ പാവപ്പെട്ട സ്ത്രീജനങ്ങളെ വലിച്ചടച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അത് ക്യാമറകളിൽ പകർത്തി കാസറ്റാക്കിയിട്ട് ഏമാന്മാരുടെ തൊട്ടകൊത്തളങ്ങളിൽ ആ രംഗങ്ങളിട്ട് കണ്ട് കൈയടിച്ച് പൊട്ടിച്ചിരിച്ച RSSകാരൻ ഇന്ത്യ വിട്ടുപോകട്ടെ. 2002ന്റെ ഇന്നലകളിൽ ഗുജറാത്തിന്റെ നരോദ പാർട്ടി അഹമ്മദാബാദിന്റെ തെരുവോരങ്ങളിൽ കലാപങ്ങൾ വിട്ടുവിട്ടിട്ട് അതിഭയങ്കരമായി പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഗർഭിണിയായ പെണ്ണിനെ പോലും വെറുതെ വിടാതെ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ നിറവയറിന്റെ അടിഭാഗത്ത് തൃശൂലം കൊണ്ട് കുത്തിക്കീറിയിട്ട് ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് തീയിലിട്ട് കരിച്ചു കളഞ്ഞ RSSകാരൻ ഇന്ത്യ വിട്ടുപോകട്ടെ. ലവ് ജിഹാദിന്റെയും റോമിയോ ജിഹാദിന്റെയും കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വർഗീയത സൃഷ്ടിച്ചെടുത്ത RSSകാരൻ ഇന്ത്യ വിട്ടുപോകട്ടെ. ഈ രാജ്യത്തെ പൗരന്മാരായ ദലിതുകളെയും ക്രിസ്ത്യാനികളെയും കലാപങ്ങളിലൂടെ നശിപ്പിക്കാൻ
നശിപ്പിക്കാൻ ശ്രമിച്ച 1.5 വയസ്സുള്ള ദലിത് കുഞ്ഞിനെ പോലും വെറുതെ വിടാതിരുന്ന RSSകാരൻ ഇന്ത്യ വിട്ടുപോകട്ടെ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർത്ത, ഇവിടുത്തെ മതേതരത്വങ്ങൾ തകർത്ത, ഇവിടുത്തെ സുരക്ഷിതാവസ്ഥ തകർത്ത് അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന RSSകാരൻ ഇന്ത്യ വിട്ടുപോകട്ടെ. അതല്ലാതെ ഓരോരുത്തർക്കാരനും ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിന്റെ മാർഗത്തിൽ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം. പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഈ പോരാട്ടത്തിന് നമുക്ക് ഊർജം ലഭിക്കേണ്ടത് നമ്മുടെ ഇബാദത്തുകളിലൂടെ, നമ്മുടെ ആരാധനകളിലൂടെ. കേവല പോരാട്ടങ്ങളും സമരങ്ങളും മാത്രമല്ല, കേവല പോരാട്ടങ്ങളും സമരങ്ങളും മാത്രമല്ല. ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇൻഷാ അല്ലാഹ് 14-ാം തീയതി ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച 5 മണിക്ക് കാരാളിമുക്ക് ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതു സമ്മേളനവും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും അതിലും പങ്കെടുക്കണം, വിജയിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ പോരാട്ടത്തിന് നമുക്ക് ആവേശവും ഊർജവും കിട്ടേണ്ട ഇബാദത്തിലൂടെയാണ്. റാലിക്കും ജാഥയ്ക്കും ഒക്കെ നല്ല ആളുണ്ട്, പള്ളിയിൽ ഇപ്പോഴും പഴയ ആളൊക്കെ തന്നെയുള്ളൂ. സുബൈക്കൊന്നും ചെറുപ്പക്കാരൊന്നുമില്ല, നിസ്കരിക്കാനൊന്നും ആളൊന്നുമില്ല. അതുകൊണ്ടൊന്നും എന്റെ മക്കളെ കാര്യമൊന്നുമില്ല. ഈ പോരാട്ടമൊക്കെ ശക്തിപ്പെടുമ്പോ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ വേണമെങ്കിൽ, അവിടെ പിടിച്ചു നിൽക്കാൻ ആർജവം വേണമെങ്കിൽ ഇബാദത്ത് ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം, ദിക്റ് ചൊല്ലണം, തഹജ്ജുദ് നിസ്കരിക്കണം, ജമാഅത്തിൽ സൂക്ഷിക്കണം, അതേപോലെ ഖുർആൻ ഓതണം, തഖ്വയോടുകൂടി ജീവിക്കണം. ആ ഇബാദത്തുകളിലൂടെ കിട്ടുന്ന ആർജവം ഈ പോരാട്ടത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ചെലവഴിക്കണം. അങ്ങനെ ആത്മീയവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയതുപോലെ ഈ രാജ്യത്ത് നമുക്കൊരു 2ാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കാം. പറഞ്ഞതിനേക്കാളേറെ കേട്ടതിനേക്കാളേറെ സമരമുഖങ്ങളിൽ ആവേശത്തോടുകൂടി പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിക്കാൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തുന്ന മുസ്ലിമുകളെ മാത്രമല്ല, ഹൈന്ദവരുൾപ്പെടെ എത്രയോ IAS-കാരെ, IPS-കാരെ, കണ്ണൻ ഗോപിനാഥനെ പോലെ, അതേപോലെ ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെയുണ്ട്. എല്ലാ പോരാട്ടങ്ങൾക്കും പടച്ചവൻ വിജയം നൽകുമാറാകട്ടെ. അവർക്ക് ശത്രുക്കൾക്കെതിരെ ശക്തമായി പോരാടാനുള്ള ആർജവം നമുക്കും അവർക്കുമൊക്കെ സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ഇതൊരു ഒടുക്കമല്ല, ഇതൊരു തുടക്കമാണ് എന്ന ആഹ്വാനത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും വിനീതന്റെ പ്രവർത്തനങ്ങളെയും ഓർക്കണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.